സഹോദരങ്ങളെ, ഇത് സഹാബത്തിന്റെ കാലമല്ല, ഇത് താബിഈങ്ങളുടെ കാലമല്ല, താബിഈങ്ങളുടെ കാലമല്ല. എന്തിന് 100 വർഷം മുൻപുള്ള മുസ്ലിമീങ്ങളുടെ അവസ്ഥയിൽ പോലുമല്ല ഇന്നുള്ളത്. അതുകൊണ്ട് ഓരോ കാലഘട്ടത്തെയും അതിൻ്റെ അവസ്ഥക്കനുസരിച്ച് പരിഗണിക്കുക. വിവാഹാലോചിക്കുമ്പോൾ ചില വിവാഹാലോചനകളുടെ ഇത് കാണാറുണ്ട്. ഈ അടുത്ത് കണ്ടത് ഒരു വിവാഹാലോചിക്കാൻ, അപ്പോൾ സമ്പത്തുള്ള, ഭംഗിയുള്ള, പിന്നെ ദുനിയാവിൽ ഇത്തരത്തിൽ പഠിച്ചിട്ടുള്ള, ദീൻ ഇത്തരത്തിൽ പഠിച്ചിട്ടുള്ള, രണ്ടു പഠിക്കണം. സുന്നത്തായ കാര്യങ്ങൾ ഇത്ര ചെയ്യുന്ന, രാത്രിയിൽ ഇത്ര നിസ്കരിക്കുന്ന, സഹാബികളെ പോലെ ദീൻ പഠിക്കാൻ താല്പര്യമുള്ള, നിങ്ങൾ വിവാഹം കഴിക്കാതിരിക്കാന്നല്ല പറഞ്ഞ നിർത്തി ഉണ്ടാവില്ല. വിവാഹം ഒരിക്കലും നടക്കില്ല. ചില പറഞ്ഞതുപോലെ ഇത് അറച്ച ഫാത്തിമ കുൻ അലിയൻ, നിനക്ക് ഫാത്തിമയെ തന്നെ കിട്ടണമെങ്കിൽ നീ അലി ആവണം. നീ അലിയല്ല എന്ന് എനിക്കറിയാം, പിന്നെ നീ എന്തിനാണ് ഫാത്തിമയെ അന്വേഷിച്ച് നടക്കുന്നത്? വിവാഹം ആലോചിക്കുമ്പോൾ യാഥാർത്ഥ്യ ബോധമുള്ളവരാകാൻ. ചില സമയത്ത് വിവാഹാലിക്കാർക്കും ഒരു ലിസ്റ്റ് ഷർത്ത് ഉണ്ടാവും, ഇത്ര കാര്യങ്ങളാണ്. ഇതിങ്ങനെ കുറഞ്ഞു വന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയുള്ള അവസ്ഥയിലാവും. സമയം വെറുതെ നഷ്ടപ്പെടുത്താതിരിക്കും. ഇത് ഞാൻ തമാശയായി പറഞ്ഞത്, പല കുട്ടികളെ ഇത് അപകടത്തിലാക്കുന്നതുകൊണ്ട് പറഞ്ഞതാണ്. ഇങ്ങനെ ചെയ്യരുത്. നമ്മുടെ നാട്ടിൽ എന്താ അവസ്ഥ? അവിടെയുള്ള കുട്ടികളിൽ, പെൺകുട്ടികൾ നല്ലൊരു കുട്ടിയുടെ അടയാളം എന്താണ്? 5 നേരം നിസ്കരിക്കുകയും ഹിജാബ് പാലിക്കുകയും വീട്ടിൽ നിന്ന് അധികമായി പുറത്തിറങ്ങാതിരിക്കുകയും ധാരാളം ഒന്നും പോയി പഠിക്കുകയും ചെയ്യാത്തൊരു പെൺകുട്ടിയെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഇന്നത്തെ കാലത്ത് നാട്ടിൽ വലിയ കിട്ടലാണ്. അതിൽ നിന്ന് കിട്ടാനില്ല. ആലോചിക്കുമ്പോൾ അന്യ പുരുഷന്മാരുമായിട്ട് സംസാരിക്കുക, അതൊന്നും ചെയ്യാത്ത പെൺകുട്ടികൾ കിട്ടാനില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് നാടുള്ളത്. അപ്പം നീ അവിടെ പോയിട്ട് ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റി അന്വേഷിച്ച് നടന്ന് ചെന്നൊരു വിവാഹം നടക്കില്ല, കുറേ നീണ്ടുപോകും. ഇതൊരു പലപ്പോഴും ശ്രദ്ധിക്കാവുന്ന, ഇന്നത്തെ പെൺകുട്ടികൾ ശ്രദ്ധിക്കാവുന്ന 5 നേരം നിസ്കരിക്കുക. രാത്രി നിസ്കാരം ഉണ്ടെങ്കിൽ അത് എന്താ പറയുക, അത്രയും വലിയ പ്ലസ് പോയിന്റാണ്. അതോടൊപ്പം ഹിജാബ് ധരിക്കുക, വീട്ടിൽ നിന്ന് അധികമായി പുറത്തിറങ്ങാതിരിക്കുക. ഇത് ഇന്നത്തെ കുട്ടികൾ കിട്ടാവുന്ന വലിയൊരു കാര്യമാണ് പെൺകുട്ടികൾ അന്വേഷിക്കുന്ന സമയത്ത്. അപ്പൊ അതിൽ കൂടുതൽ വല്ലാതെ നിബന്ധനകൾ വെച്ച് അവന്റെ ഭംഗിയെ പോലും പരിഗണിക്കാതെ ഇത്ര ഭംഗിയുള്ള സ്ത്രീയെ കിട്ടിയാലേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ, ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയാൽ വിവാഹം നടക്കുകയില്ല.